നമ്മൾ റിലേഷൻഷിപ്പ് നിൽക്കുമ്പോൾ എപ്പോഴും ഇവിടെ 2 ആസ്പെക്ട്സ് വർക്ക് ചെയ്യും. ഒന്ന്, നമുക്ക് എന്താണോ അവിടെ ആവശ്യം. 2, ആ പാർട്ട്ണർക്ക് നമ്മൾ എന്ത് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ റിലേഷൻഷിപ്പ് കയറുമ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? സേഫ്റ്റിയാണ്. നമുക്ക് സ്നേഹം, കമ്പാനിയൻഷിപ്പ്, മറ്റേ ആളുടെ കൂട്ട് വേണം, ആളുടെ ഫ്രണ്ട്ഷിപ്പ് വേണം, നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനുള്ളൊരു പാർട്ട്ണറിനെ വേണം. അപ്പം ഇതെല്ലാം നമുക്ക് ആവശ്യമുണ്ട്. അപ്പം ഇതെല്ലാം അന്വേഷിച്ചാണ് നമ്മളൊരു വ്യക്തിയെ കണ്ടെത്തി ആൻഡ് ആ വ്യക്തിയുടെ ഒപ്പം ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നാൽ നമ്മൾ ആ ഒരു സൈഡ് മാത്രമാണ് കണ്ടത്. എനിക്കതിൽ നിന്ന് എന്ത് വേണം എന്ന് മാത്രം നോക്കിയത്. ആ റിലേഷൻഷിപ്പ്, ആ വ്യക്തിയുടെ കംഫോർട്ട് അതനുസരിച്ച് ഞാൻ നിൽക്കുന്നുണ്ടോ നമ്മൾ നോക്കുന്നില്ല. അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്താണ് ആവശ്യം എന്നും നമ്മൾ നോക്കിയാൽ കുറച്ചുകൂടെ സ്മൂത്തായിരിക്കും ആ റിലേഷൻ. അപ്പോൾ എപ്പോഴും നമുക്ക് കാണാൻ പറ്റും എന്താണ് നമ്മൾ റിലേഷൻഷിപ്പിലേക്ക് കൊടുക്കുന്നത്. ഒന്ന്, നമ്മുടെ പഴയ ട്രോമകൾ, നമ്മുടെ ഇമോഷണൽ ഡിസ്റ്റർബൻസുകൾ, നമുക്ക് കിട്ടാതെ പോയ സ്നേഹത്തിൻ്റെ റിഫ്ലക്ഷൻസ്, ഈ എക്സ്പെക്റ്റേഷൻസ്, ഇതെല്ലാം നമ്മൾ ആ റിലേഷൻഷിപ്പിലേക്ക് എടുത്തുകൊണ്ടിടും. തിരിച്ച് പ്രതീക്ഷിക്കുന്നതോ സ്നേഹം മാത്രം. അപ്പം ഒരു നിമിഷത്തേക്കിന് നമ്മൾ നോക്കാം, ഞാൻ ആ റിലേഷൻഷിപ്പിൽ നിന്ന് എടുത്ത സ്നേഹം പോലെ അതിലേക്ക് ഞാൻ സേഫ്റ്റി കൊടുക്കുന്നുണ്ട്. എൻ്റെ പാർട്ട്ണർക്ക് എൻ്റെ ഒപ്പം നിൽക്കാൻ ഉള്ള സേഫ്റ്റി ഞാൻ കൊടുക്കുന്നുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നമ്മോട് ചോദിക്കേണ്ടതാണ്. ഇല്ല എങ്കിൽ അത് നാച്ചുറലി അതൊരു വൺ സൈഡഡ് റിലേഷനാണ്. ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ബേസ്ഡ് ഓൺ ഓൺലി എക്സ്പെക്റ്റേഷൻസ്.